ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 14-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200 ആണ്ട് വൃശ്ചിക മാസം 29-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാർഗശീർഷ മാസം 23-ാം തീയതിയാണ് ശനിയാഴ്ച ദിവസം. ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ 6:31 അസ്തമയം വൈകുന്നേരം 6:02 തിഥി ചതുർദശി തിഥിയാണ്. ചതുർദശി തിഥി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 5:01 വരെ ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം ശനിയാഴ്ച പുലർച്ചെ 5:49 ആരംഭിച്ച് ഞായറാഴ്ച പുലർച്ചെ 3:56 അവസാനിക്കും. അപ്പോൾ ശനിയാഴ്ച ദിവസത്തെ പൂർണ്ണ നക്ഷത്രമായിട്ടാണ് രോഹിണി നക്ഷത്രം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിൽ, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടക്കുന്ന ദിവസമാണ്. രാവിലെ 8:30 മുതൽ രാത്രി 12:30 വരെയാണ് ഇതിൻ്റെ സമയം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ചക്കുളത്തുകാവ് ദേവിയുടെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്യാത്തത്, ഞാൻ ഇന്നും നക്ഷത്രഫലവും ജ്യോതിഷപരമായ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ മറ്റു പലരും ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രിയപ്പെട്ടവർ കാണട്ടെ, അവർക്കൊരു പ്രോത്സാഹനം ഉണ്ടാകട്ടെ എന്നുള്ള വിധത്തിലാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിൽ തൃക്കാർത്തിക വിളക്ക് മഹോത്സവം നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. കോട്ടയം ജില്ലയിലെ ആ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ കോട്ടയം ജില്ലയിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ ഭക്തരും ആ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ആ തൃക്കാർത്തിക വിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുചേർന്ന് ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കണമെന്ന് ഞാൻ അതും കൂടി ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നവരുണ്ടല്ലോ, അപ്പോൾ ആ കൂടെ ഞാൻ എന്തിനാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്യാത്തത്. ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യൂവേഴ്സിനെ കിട്ടും. പക്ഷെങ്കിൽ അതുമാത്രം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാത്രം വീഡിയോ ചെയ്യുന്നവരുണ്ട്, അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ച് മാത്രം സ്ഥിരം വീഡിയോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യട്ടെ. ഞാൻ എൻ്റെ ടോപ്പിക്കുമായിട്ട് മുമ്പോട്ട് പോകാൻ മഹാദേവൻ എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു കാര്യങ്ങൾക്കൊന്നും ഇടപെടാത്തത്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ഞാനങ്ങ് ഓർപ്പിച്ച് പറഞ്ഞതേ ഉള്ളൂ, പ്രിയപ്പെട്ടവരോട് സംസാരിച്ചതേ ഉള്ളൂ ഈ വിഷയം. അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റേതായ അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും നന്മയും ഈശ്വരേതിനും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് പതിപോലെ കടക്കാം. രോഹിണി നക്ഷത്രപ്രകാരം ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. രോഹിണി നക്ഷത്രപ്രകാരം ഉത്രട്ടാതി, കാർത്തിക, അശ്വതി, തിരുവോണം, അവിട്ടം, ഉത്രം, അത്തം എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഹിണി നക്ഷത്രപ്രകാരം ശനിയാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന നാളുകാർ ഉത്രട്ടാതി, കാർത്തിക, അശ്വതി, തിരുവോണം, അവിട്ടം, ഉത്രം, അത്തം എന്നീ നാളുകാർക്കാണെന്നുള്ളത് മനസ്സിലാക്കുക. പ്രതികൂലമായ അനുഭവങ്ങൾ രോഹിണി നക്ഷത്രപ്രകാരം വന്നു ചേരുന്ന നാളുകാർ പൂരുട്ടാതി, രേവതി, ഭരണി, ചോതി, വിശാഖം ഇത്രയും നാളുകാർക്ക് ശനിയാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ സൂക്ഷിക്കണം, പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്, അത് മനസ്സിലാക്കി ജീവിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. ഇനിയും ശനിയാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ശുഭസമയമാണ്. ശനിയാഴ്ച ദിവസം രാവിലെ 8 മണി മുതൽ 9:30 വരെയുള്ള, രാവിലെ 8 മണി മുതൽ 9:30 വരെയുള്ള സമയം അനുകൂലമായ സമയമാണ്, ശുഭസമയമാണ്. പിന്നീട് 11 മണി മുതൽ 12:30 വരെയുള്ള സമയം ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 5 മണി വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയങ്ങളൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 14 ഒറ്റസംഖ്യയാക്കുമ്പോൾ 5 വരും. ഏതൊരു മാസത്തെയും 5, 14 അതുപോലെ തന്നെ 23 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമല്ല, പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനാണ് സാധ്യതയെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷം അതിന് പരിഹാരം പറയുന്നത്, പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങളുള്ളവർ ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരും. അപ്പോൾ ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ദിവസമാണ് ശനിയാഴ്ച ദിവസം. ഭയപ്പെടാതെ
ഈ തീയതികളിൽ ജനിച്ചവരുടെ പേരിൽ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും. ഈ പേരിൽ ഈ അക്ഷരങ്ങളില്ലെങ്കിൽ സാമാന്യ ഫലങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വിഷയം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ്. ശനിയാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. ശനിയാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ രോഹിണി നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മകം, അത്തം, പുണർദം, വിശാഖം, തിരുവോണം, മൂലം, പൂരുട്ടാതി, അശ്വതി, രോഹിണി. ഇത്രയും നാളുകാർക്ക് ശനിയാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മകം, അത്തം, പുണർദം, വിശാഖം, തിരുവോണം, മൂലം, പൂരുട്ടാതി, അശ്വതി, രോഹിണി. ഇത്രയും നാളുകാർക്ക് രോഹിണി നക്ഷത്രപ്രകാരം ധനം വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. അപ്പോൾ ധനം ഇനി ഏതെങ്കിലും വിധത്തിൽ പ്രായമായിട്ടുള്ളവർക്ക് അവരുടെ കയ്യിൽ ₹1 പോലും ഇല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാൽ പോലും കടം കിട്ടുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് രോഹിണി നക്ഷത്രപ്രകാരം മകം, അത്തം, പുണർദം, വിശാഖം, തിരുവോണം, മൂലം, പൂരുട്ടാതി, അശ്വതി, രോഹിണി. ഇത്രയും നാളുകാർക്ക് ധനം പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാൻ. പ്രിയമുള്ളവരെ, 31-ാം തീയതിയിലെ കാര്യം മറക്കരുത്. 31-ാം തീയതി സർവേശ്വര്യ പൂജ ചെയ്യുന്നുണ്ട്. അപ്പം പ്രിയപ്പെട്ടവർ വിചാരിക്കും ഈ ക്ഷേത്രങ്ങളെല്ലാം ഉണ്ട്, പിന്നെ എന്തിനാണ് മാസ്റ്റർ മൈൻഡിൽ പൂജ എന്നതൊക്കെ പ്രിയപ്പെട്ടവർ വിചാരിക്കരുത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യുദ്ധക്കളമാണ്. ഇവിടെ മത്സരമാണ് നടക്കുന്നത്. ജീവിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു മത്സരത്തിന് ഇറങ്ങുന്ന ആൾക്ക് ചുറ്റും നിൽക്കുന്നവരുടെ പ്രോത്സാഹനം അവരുടെ കയ്യടിയാണ്. ആ കയ്യടിയാണ് അവരുടെ പ്രോത്സാഹനം. എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തെ ജീവിതം ഒരു മത്സരമാണ്. ഈ മത്സരത്തിൽ പങ്കെടുത്ത് തളരാതെ മുമ്പോട്ട് പോകണമെങ്കിൽ ചുറ്റും നിൽക്കുന്ന ആരാധകരുടെ അല്ലെങ്കിൽ ആ കാണികളുടെ കയ്യടി വേണം. അതാണ് ഒരു പ്രോത്സാഹനം. എന്ന് പറഞ്ഞതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ഗുരുവായൂർ പോകുന്നവരായിരിക്കാം, ചക്കുളത്ത് പോകുന്നവരായിരിക്കാം, മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നവരായിരിക്കാം, വേറെ ഒരുപാട് തിരുമേനിമാരുടെ പൂജ ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ എല്ലാവരും വേണം. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമായി വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ധന്യമായി തീരുന്നത്. അതുകൊണ്ട് എല്ലാവരെയും നിങ്ങൾ അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ എല്ലാവരെയും നിങ്ങൾ ആദരിക്കുക, ബഹുമാനിക്കുക, എല്ലാവരോടും സ്നേഹം കാണിക്കുക, എല്ലാവരോടും സഹകരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ പറയത്തില്ലേ, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ എന്ന് പറയുന്നതുപോലെ നമ്മളെല്ലാവരോടും, നിങ്ങളോടിപ്പം ഞാൻ തുടർച്ചയായിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോടൊരു സഹകരണം കാണിക്കണം. അപ്പോൾ അതാണ്, മഹാദേവനാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. വെറും ₹2 മാത്രമാണ് ഒരു ദിവസം നിങ്ങൾ ചിലവാക്കുന്നത്. വെറും ₹2. ഈ ₹2 ഇന്നത്തെ കാലത്ത് എന്ത് കിട്ടും? ആ ₹2 വേണ്ടിയാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന വരുന്നത്. ആ പ്രാർത്ഥന കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ദിവസം 10,000ങ്ങളുടെ നേട്ടമായിരിക്കാം. വലിയൊരു വിപത്ത് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാം, വലിയൊരു ആപത്ത് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ ആ വെറും ₹2 മുടക്കുമ്പോൾ ഒരു കൂട്ടായ്മയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ മാത്രമല്ല, മറ്റു പലരും കൂടെ ചേർന്നാണ് സർവേശ്വര്യ പൂജ ചെയ്യുന്നത്. അപ്പോൾ ആ സർവേശ്വര്യ പൂജ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയായി മാറുകയാണ്. അപ്പോൾ ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന, ഒരു പൂജ എല്ലാ ദിവസവും നടക്കുന്നത്. അത് മഹാദേവൻ്റെ നിയോഗപ്രകാരമാണ്. അപ്പോൾ ഒരു നല്ലൊരു കൂട്ടായ്മയായിട്ട് മാസ്റ്റർ മൈൻഡ് ഓഫ് ഈ അസ്ട്രോളജി മുമ്പോട്ട് പോകണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിൽ പോകുവാൻ താല്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും തീർച്ചയായിട്ടും സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകട്ടെ. മഹാദേവൻ നിങ്ങളെ എല്ലാവരെയും കാത്തുരുപാലിക്കട്ടെ. ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും രോഗദുഃഖ ദുരിത പ്രയാസങ്ങളിൽ നിന്നും എല്ലാം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ള സകലതിനെയും മഹാദേവൻ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.